നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിൻ്റെ സവിധത്തിലേക്ക് ഇന്നേ ദിവസം നമുക്ക് കടന്നു വരാം. നമുക്ക് നമ്മളെ തന്നെ യേശുവിലൂടെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് നമുക്കിപ്പോൾ സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും നമ്മുടെ വരുമാന മാർഗം, മറ്റ് ജോലി കാര്യങ്ങൾ എല്ലാം നമ്മളിന്ന് യേശുവിലൂടെ പിതാവാം ദൈവത്തിൻ്റെ അരികിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവിടത്തേക്ക് സാധിക്കും. മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷയാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. ആ ആത്മാവിൻ്റെ രക്ഷ യേശുക്രിസ്തുവിൻ്റെ പരിഹാര ബലിയിലൂടെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും ആ വിശ്വാസത്തിലൂടെ ആ സാൽവേഷൻ ലഭിക്കുകയാണ്. ഹെബ്രായ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഇവിടെ നമ്മുടെ കർത്താവായ ഈശോയെക്കുറിച്ച് പറയുകയാണ്. അവൻ എന്നേക്കും ജീവിക്കുന്നു. ഇന്ന് ഒരു നിമിഷം നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസം ഫേസ് ചെയ്യുന്ന ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിന്ന് ചിലപ്പോൾ ഒരു ഭാരപ്പെടുത്തുന്ന ഒരു വിഷയം നിങ്ങളുടെ മുൻപിലുണ്ടായിരിക്കും. ആ വിഷയത്തിൽ നിന്ന് എന്നേക്കും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ്, അവൻ എന്നേക്കും ജീവിക്കുന്നു. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഇപ്പൊ നമ്മുടെ ആ ഒരു ഇന്നത്തെ ദിവസം, ഈ ഒരു നിമിഷം നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ ഈ ഒരു ട്രൂ പിക്ചർ ഉള്ളിലോട്ടൊന്ന് കൊണ്ടുവരണേ. എന്നേക്കും ജീവിക്കുന്നവനായ യേശുക്രിസ്തു, എന്നേക്കും നിലനിൽക്കുന്നവനായ യേശുക്രിസ്തു. ഇന്നത്തെ സാഹചര്യത്തിലേക്ക് നോക്കരുത്, ഇപ്പോഴുള്ള അവസ്ഥകളിലേക്ക് നോക്കരുത്. എന്നേക്കും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിലേക്ക് മാത്രം ഈ നിമിഷം നോക്കുക. വചനത്തിൽ നമ്മൾ കാണുകയാണ്, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. അപ്പം നമ്മൾ ഈശോയുടെ അരികിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരു വിശ്വാസവും ബോധ്യവും നമുക്കുണ്ടായിരിക്കണം. അതായത് എൻ്റെ യേശുവിന് എന്നെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കഴിവുണ്ട്. സ്പിരിറ്റ്, സോൾ, ബോഡി. നിങ്ങൾക്കും എനിക്കും 3 തലങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? സ്പിരിറ്റ് ഉണ്ട്, സോൾ ഉണ്ട്, ബോഡിയുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മളെ ഭാരപ്പെടുത്തുന്നത് നമ്മുടെ ബോഡി ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക വിഷയങ്ങളാണ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മളെ നമുക്ക് എല്ലാവർക്കും എല്ലാം എപ്പോഴും ഓക്കെ ആയിട്ടൊക്കെ പോകണം. എന്നാൽ വചനത്തിലേക്ക് വരുമ്പോൾ ദൈവം ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നിന്റെ ആത്മാവിന് രക്ഷയാണ്. അതിനുശേഷം മനസ്സിന്റെ നവീകരണമാണ്, ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. ഇതെല്ലാം ദൈവത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. യു ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഗോഡ്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് എത്രയോ അധികമായി നല്ല ദാനങ്ങളെ നൽകുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. He wants you to be blessed. ദൈവം ഏദൻ തോട്ടം മുഴുവൻ പ്രപഞ്ചം സൃഷ്ടിച്ച സമയത്ത് മനുഷ്യരാശിക്ക് മുഴുവൻ വേണ്ട ഓക്സിജനും എല്ലാ കാര്യങ്ങളും എല്ലാം സൃഷ്ടിച്ചിട്ടാണ് അല്ലേ. ഫ്രൂട്ട്സ് ഒക്കെ സൃഷ്ടിച്ചപ്പോൾ ഓരോ ഫ്രൂട്ടിനും ഓരോ ടേസ്റ്റാണ്. ഒരു ബിഗ് ബാങ്ങിലൂടെ ഇതെല്ലാം ഉണ്ടായെന്ന് ചില മനുഷ്യർ പറയാറുണ്ട്. സയന്റിസ്റ്റുകളല്ല, കാരണം സയന്റിഫിക് ഏറ്റവും വലിയ ഇന്നോവേഷൻസ് ഒക്കെ കണ്ടെത്തിയവരെല്ലാം ക്രിസ്ത്യൻ ബിലീവേഴ്സ് ആയിരുന്നു. അപ്പം ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, ബിഗ് ബാങ്ങിലൂടെ ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ, അനുമാനിക്കുമ്പോൾ, തിങ്ക് അബൌട്ട് ദ ഫ്രൂട്ട്സ്. നമ്മളൊക്കെ കഴിക്കുന്ന ആപ്പിള്, ഓറഞ്ച്, ഗ്രേപ്സ്, എവറി ഫ്രൂട്ട് ഹാസ് എ ഡിഫറെന്റ് ടേസ്റ്റ് അല്ലേ. ഇറ്റ്സ് എ മിറക്കിൾ. വെൻ യു ലുക്ക് ഇൻ ടു ദ നേച്ചർ, ഈ പ്രപഞ്ചം ഒരു അത്ഭുതമാണ്. അതുപോലെ തന്നെ ദൈവം ആദത്തെ ഹവ്വായെ സൃഷ്ടിച്ചിട്ട് ഒരു ഓക്സിജൻ സിലിണ്ടറുമായിട്ട് ഓടി നടക്കില്ലായിരുന്നു. മാനവരാശിക്ക് മുഴുവനും വേണ്ട ഓക്സിജൻ ഇതെല്ലാം ദൈവം പ്രപഞ്ചത്തിൽ ഒരുക്കി. He made this world in such awesomeness, such ബ്യൂട്ടിയിലാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ദൈവം നന്മകൾ നൽകുന്നവരാണ്. ഈശോ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ നൽകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് എത്രയോ അധികമായി
how much more he would love to see you getting blessed. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾക്ക് നമ്മുടെ ഈ ഒരു ഭൗതിക വിഷയം വലിയ ഇമ്പോർട്ടന്റ് വിഷയമായിരിക്കും. പക്ഷെ ഇന്ന് നിങ്ങളുടെ ഭൗതിക വിഷയത്തിന്റെ വലിപ്പം ഇത്രയാണെങ്കിൽ ഈശോയുടെ വലിപ്പം ഇത്രയാണ്. ഇത് നമ്മൾ കാണണം. നമ്മുടെ ഭൗതിക വിഷയത്തെക്കാളും വലിയവനാണ് നമ്മുടെ കർത്താവായ യേശു. അതുകൊണ്ട് വചനത്തിൽ പറയുകയാണ്, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. പൂർണ്ണമായി നമ്മളെ രക്ഷിക്കും. നമ്മുടെ സോളിന്റെ മാത്രം രക്ഷയല്ല, നമ്മുടെ പേഴ്സണാലിറ്റി കർത്താവ് അതിനെ ഫുൾനെസ്സിലേക്ക്, അതായത് നിങ്ങളുടെ യഥാർത്ഥ പൊട്ടൻഷ്യലും കഴിവുകളും നന്മയും ദൈവത്തിനറിയാം. നിങ്ങളുടെ ഉള്ളിലെ നല്ല വശങ്ങൾ, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പോസിറ്റീവ് സൈഡ്സ്, അത് നിങ്ങളുടെ മേക്കറിന്, നിങ്ങളുടെ ഈശോയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. പലപ്പോഴും ജീവിത സാഹചര്യങ്ങളും സ്ട്രെസ്ഫുൾ ആയ സിറ്റുവേഷനുകളും നമ്മൾ കണ്ടുമുട്ടിയ മനുഷ്യരും ജീവിതത്തിൽ നമുക്കേറ്റ മുറിവുകളും പല സാഹചര്യങ്ങളുമാണ് ഒരു മനുഷ്യന്റെ ക്യാരക്ടറിനെ വേറൊരു ഡൈവേർഷനിലോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ നമ്മൾ ഈശോയിലേക്ക് വരുമ്പോൾ ഈശോയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, ഈശോയുമായിട്ടുള്ള സ്നേഹം, ഈശോയുടെ ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ റിയൽ ആ ഒരു പേഴ്സണാലിറ്റിയിലേക്ക്, നമ്മളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ദൈവം നിങ്ങളിൽ കാണുന്ന ആ ഒരു ട്രൂ പിക്ചർ ഉണ്ടല്ലോ, അതിന്റെ ഫുൾനെസ്സിലേക്ക് ഈശോ നമ്മളെ കൊണ്ടുവന്നെത്തിക്കും. ഹല്ലേലൂയ, ഹീസ് എ ഗുഡ് ഗോഡ്. പറഞ്ഞു, എൻ്റെ ഈശോ നല്ലവനാണ്, എൻ്റെ ഈശോ എന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ പ്രത്യാശ ഇതാണ്: എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എന്നെ അറിയുന്ന, എന്നെ മനസ്സിലാക്കുന്ന ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ട് ഇന്ന് കടന്നു പോകുന്ന ആ ഭാരങ്ങൾ അത് എന്റേതല്ല, അത് യേശുവിൻ്റെതാണ്. പത്രോസിലെ ലേഖനം എഴുതുന്ന പത്രോസിനെ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ്. 1 പത്രോസ് 5-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക. എന്നേക്കും ജീവിക്കുന്നവനായ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. അതുകൊണ്ട് ഉത്കണ്ഠകളെ നമ്മൾ ഏറ്റെടുക്കരുത്, ഉത്കണ്ഠകളെ ഈശോയ്ക്ക് സമർപ്പിച്ചോണം. ഹല്ലേലൂയ. ഈശോ തന്നെ പറഞ്ഞു, നിങ്ങളുടെ മുടിയുടെ എണ്ണം ഒന്ന് കൂട്ടാനോ കുറയ്ക്കാനോ എല്ലാം പറ്റുമോ? എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ കർത്താവിനറിയാം. ഇന്ന വീട്ടിൽ ജനിക്കണം, ഇന്ന നാട്ടിൽ ജീവിക്കണം, ഇന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാകണം, ഇത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്തത്. ശരിയാ, നമ്മൾ ഈ ഒരു കാര്യത്തിനകത്ത് കൂടെ ഇപ്പൊ ഞാൻ അനീഷ് എന്ന ഈ എക്സ്പീരിയൻസിൽ, നിങ്ങൾ നിങ്ങളുടെ പ്രിയ പ്രസാദ്, നിങ്ങളൊക്കെ ഓരോ എക്സ്പീരിയൻസ്, നമ്മളൊക്കെ ഈ ഒരു ഇതിനകത്തൂടെ അങ്ങ് കയറി പോകുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ കാരണം നമ്മൾ വിചാരിക്കും, ഇതെല്ലാം ഞാൻ തന്നെ ഡീൽ ചെയ്യണം, ഇതെല്ലാം ഞാൻ തന്നെ അങ്ങ് എൻ്റെ കൺട്രോളിലാണ് പോകുന്നത്. അവിടെ ആ ഒരു നമ്മളാണ് ഇതിനകത്ത് എന്നുള്ള പിക്ചർ വരുമ്പോഴാണ് അത് ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ വരുന്നതിനെ നമ്മൾ തന്നെ ലിമിറ്റ് ചെയ്യുകയാണ്. ഇതിൽ നിന്ന് നിങ്ങളുടെ ട്രൂ പിക്ചറിലേക്ക് നിങ്ങൾ കടന്നു വരണം. അതായത് യു ഹാവ് എ ഇറ്റേണൽ എക്സിസ്റ്റൻസ്. ദൈവത്തിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾക്കൊരു സോൾ ഉണ്ട്, സ്പിരിറ്റ് ഉണ്ട്. ഈ സോളിനെ, നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യേശു ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് ആ രക്ഷയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ആ രക്ഷയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ച വ്യക്തി ദൈവത്തിന്റെ സാന്നിധ്യത്തിന് കീഴിലാണ് ആയിരിക്കുന്നത്. സങ്കീർത്തനം 91 ഈ ഒരു ബോധ്യത്തെ നമ്മളൊന്ന് വായിക്കണം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവന്, സർവശക്തന്റെ തണലിൽ കഴിയുന്നവന്. ശിവ ആരാധന. ആ സർവശക്തന്റെ തണലിലാണ് നമ്മളായിരിക്കുന്നത്. ജീവന്റെ വൃക്ഷമാണ് ഹോളി കമ്മ്യൂണിയൻ. അവിടെ നമ്മൾ യേശുവിന്റെ ശരീരവും നമ്മൾ കർത്താവ് ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ, ഹോളി കമ്മ്യൂണിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ആത്മാവിന്റെ അഭിഷേകം, ജീവന്റെ അഭിഷേകമാണ് നമ്മുടെ ആത്മാവിൽ നിറയപ്പെടുന്നത്. അത് നമ്മുടെ സോളിലും സ്പിരിറ്റിലും നിറയപ്പെടുകയാണ്. അതിന്റെ ആ ഒരു ഫുൾനെസ്, നമ്മുടെ ആത്മാവിൽ നിറഞ്ഞ ആ ഒരു ദൈവകൃപ നമ്മുടെ ഭൗതിക ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും അത്ഭുതകരമായിട്ട് ഒരു ഡാം തുറന്നു വിടുന്ന പോലെ അഭിഷേകം ഇറങ്ങി വന്ന് നമ്മുടെ എല്ലാ തടസ്സങ്ങളെയും പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുകയാണ്. ഹല്ലേലൂയ. It all comes from what he did on the cross for you. നിന്റെ തടസ്സങ്ങൾ മാറുന്നത്, ബന്ധനങ്ങൾ അഴിയുന്നത്, വഴികൾ തുറക്കപ്പെടുന്നത്, ഇതെല്ലാം ഈശോയുടെ കുരിശിലെ പരിഹാര ബലിയിലൂടെ ഒഴുകി വരുന്ന ജീവന്റെ കൃപയുടെ അഭിഷേകത്തിലൂടെയാണ് ഇതെല്ലാം നീങ്ങി മാറുന്നത്. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 7-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, നിയമം ഒന്നിനെയും പൂർണ്ണതയിൽ എത്തിച്ചിട്ടില്ല. പറഞ്ഞേ, നിയമം ഒന്നിനെയും പൂർണ്ണതയിൽ എത്തിച്ചിട്ടില്ല. നമ്മൾ ആ നാട്ടിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ കേൾക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനുഷ്യർ പറയുന്ന കാര്യം എന്താ? നിയമം കർക്കശമാക്കണം, നിയമം കർക്കശമാക്കണം. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, നിയമം ഒന്നിനെയും പൂർണ്ണതയിലേക്ക് എത്തിച്ചിട്ടില്ല. അപ്പൊ പിന്നെ എന്താണ് പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്? തൊട്ടടുത്ത വാക്യം, അതിനേക്കാൾ ശ്രേഷ്ഠവും
ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതുമായ പ്രത്യാശ അതിന്റെ സ്ഥാനത്ത് നിലവിൽ വന്നു. അപ്പോൾ നിയമത്തിന്റെ സ്ഥാനത്ത് പഴയ നിയമത്തിൽ കൽപ്പനകൾ ദൈവം കൊടുത്തു, അത് ആരെയും പൂർണ്ണതയിലേക്ക് എത്തിച്ചില്ല. എന്നാൽ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന വലിയൊരു പ്രത്യാശ നിയമത്തിന്റെ സ്ഥാനത്ത് നിലവിൽ വന്നു. എന്തുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, അനി സഹോദരൻ എപ്പോഴും ബ്രദർ വചനം സംസാരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചും കർത്താവ് ഇന്നും ജീവിക്കുന്നു, ഈശോ നിങ്ങൾക്ക് വേണ്ടി ഇടപെടും, ഈശോയുടെ സാന്നിധ്യം ഇന്നും ഉണ്ട്, ഈശോ ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു, ഇത് വീണ്ടും 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 ആ ഒരു കാര്യം എയിം ചെയ്ത് പറയുന്നത് എന്തിനാ? ഞങ്ങൾക്കിഷ്ടം ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ, വേറെ കുറച്ച് കാര്യങ്ങൾ, ബാഹ്യമായ കുറെ കാര്യങ്ങൾ ചെയ്താൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് പറയുന്നതാണ്. അത് ലോജിക്കലി കേൾക്കുമ്പോൾ സൗണ്ട് ആയിട്ട് തോന്നും. പക്ഷേ ദൈവവചനം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവവചനത്തിൽ വരച്ചു കാട്ടുന്ന ഒരു പിക്ചർ, നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ട ഒരു ട്രൂത്ത് ഉണ്ട്. ആ ട്രൂത്ത് ഇതാണ്. അതായത് ഹെബ്രായ ലേഖനം 7-ാം അധ്യായം 19-ാമത്തെ വാക്യം, നിയമം ഒന്നിനെ പൂർണ്ണതയിലേക്ക് അതിനേക്കാൾ ശ്രേഷ്ഠവും ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതുമായ പ്രത്യാശ അതിന്റെ സ്ഥാനത്ത് നിലവിൽ വന്നു. ആ പ്രത്യാശയാണ് എന്നേക്കും ജീവിക്കുന്നവനായ യേശുക്രിസ്തു. അപ്പൊ യേശുക്രിസ്തുവിനെ ഇന്ന് ഒരാൾക്ക് അനുഭവവേദ്യമാകുന്നത് എങ്ങനെയാ? യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനത്താലുമാണെന്ന് റോമാലേഖനത്തിൽ നമ്മൾ കാണാം. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ക്രിസ്തുവിന്റെ മഹത്വം, ആ ഡൊമീനിയൻ, ആ പവർ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഇറങ്ങി നിൽക്കും. എല്ലാ മേഖലകളിലേക്കും ഇറങ്ങി നിൽക്കും. പണ്ടൊരു കുഷ്ഠരോഗി ഈശോയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഒരു മലയുടെ താഴ്വരയിൽ ഇങ്ങനെ മാറി ഇങ്ങനെ ഒതുങ്ങി നിൽക്കുക. അപ്പൊ ഈശോ ഇങ്ങനെ മലയിലിരുന്ന് വചനമൊക്കെ പ്രസംഗിക്കുന്നു. കുഷ്ഠരോഗിക്ക് അവരുടെ അടുത്തോട്ട് വരാൻ പറ്റത്തില്ല. ഈശോ പ്രസംഗിക്കുന്ന ആ സ്ഥലത്തോട്ട്, മൗണ്ട് ഓഫ് ബിയാറ്റിറ്റ്യൂഡ്സിന്റെ ആ ഒരു സ്ഥലത്തോട്ട് വരാൻ പറ്റത്തില്ല. കാരണം അന്നത്തെ കൾച്ചർ പ്രകാരം ഇങ്ങനെയുള്ള വ്യക്തികൾ മാറി നിൽക്കണം, എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സിനഗോഗിലെ, പള്ളിയിലെ അച്ഛൻ, അന്നത്തെ സിനഗോഗ് അധികാരി, ഇങ്ങനെയുള്ള രോഗാവസ്ഥയിലുള്ളവർ അൺക്ലീൻ ആണെന്ന് പറഞ്ഞ്, ശപിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞ് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ ഇവരെവിടെയെങ്കിലും മലയുടെ താഴ്വരയിൽ എവിടെയെങ്കിലും തന്നെ ജീവിച്ച് മരണം കാത്തു കഴിയുന്ന വ്യക്തികളാണ്. അപ്പോൾ ഇത്തരത്തിൽ മരണം കാത്തു കഴിഞ്ഞ ഒരു വ്യക്തിയെ ആരും തൊടത്തില്ല, അവരുടെ അടുത്ത് പോലും ആരും നിൽക്കത്തില്ല. അപ്പൊ അങ്ങനെ കഴിഞ്ഞ ഒരു മനുഷ്യൻ യേശു പ്രസംഗിക്കുന്ന പ്രസംഗം കേൾക്കാൻ വേണ്ടി കർത്താവിന്റെ ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി വിദൂരത്ത് നിന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ആ മനുഷ്യൻ ഒരുപാട് തകർച്ചയിലൂടെ കടന്നു പോവുക, അല്ലെ? ചിലപ്പോൾ നല്ല, ആ മനുഷ്യൻ ഒരുപാട് തകർച്ചയിലൂടെ കടന്നു പോകുന്ന ഒരു സമയം, ഒരു പ്രതീക്ഷയിൽ ഇനി എങ്ങനെ ജീവിതത്തിൽ വഴി തുറക്കും, അങ്ങനെയൊന്നുമില്ല. മരണം മാത്രമാണ് മുമ്പിൽ നിൽക്കുന്നത്. എല്ലാ വാതിലുകളും അടഞ്ഞ ഒരവസ്ഥ. ചിലപ്പോൾ ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അവർ ആ കുഞ്ഞിനെ ഒന്ന് കയ്യിലെടുക്കാനോ ഒന്ന് തൊടാനോ ഇനി ഒരിക്കലും എന്താ പറയുന്നത്, ഒരു റിട്ടേൺ ബാക്ക് ഇല്ല. ക്ലോസ്ഡ് ചാപ്റ്റർ, ഒരു ഫുൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ ആ വ്യക്തി യേശുവിന്റെ പ്രസംഗം കേൾക്കുവാണ്. കർത്താവിനെ കുറിച്ച് കേട്ട സമയത്ത് ഉള്ളിൽ വലിയൊരു പ്രത്യാശ ഉണ്ടാവുകയാണ്. എന്താ പ്രത്യാശ? ഈ ദൈവം മറ്റുള്ളവരെ പോലെയല്ല, യേശു മറ്റുള്ളവരെ പോലെയല്ല. മറ്റെല്ലാവരും എന്നെ മാറ്റി നിർത്തി, മറ്റെല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, നീ ആരും എന്നെ സ്പർശിക്കത്തില്ല, ആരും എന്നെ പരിഗണിക്കത്തില്ല, യേശു എന്നെ പരിഗണിക്കും. ഈ ഒരു ഉള്ളിലുള്ള വലിയൊരു പ്രത്യാശ, ആ പ്രത്യാശയാണ് ആളെ യേശുവിന്റെ അരികിലേക്ക് എത്തിക്കുന്നത്. അപ്പം കർത്താവ്, ഈ മനുഷ്യൻ ഇതുപോലെ തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഈശോയ്ക്ക് അറിയാം. ഈശോ വചനം പ്രസംഗിച്ചതിന് ശേഷം അവിടെ നിന്ന് വേറെ ആരോടും സംസാരിക്കാതെ, അവരാരും പ്രതീക്ഷിക്കാത്തൊരു ദിശയിലൂടെ കർത്താവ് നടക്കുകയാണ്. എങ്ങോട്ടാ? ഈ മനുഷ്യനുള്ള സ്ഥലത്ത്. മനുഷ്യര് കർത്താവിനെ പിന്തുടർന്ന് ജനങ്ങൾ വരുന്നുണ്ട്. അവർ വരുന്നതിന് മുൻപ് ഈ മനുഷ്യനെ കർത്താവിനെ കാണണം. ഈ വ്യക്തിയുള്ള സ്ഥലത്തേക്ക് ഈശോ അങ്ങ് ചെല്ലുമ്പോൾ ആ മനുഷ്യൻ, ആ വചനം കേട്ട മനുഷ്യൻ, കുഷ്ഠരോഗിയായ മനുഷ്യൻ, പ്രത്യാശ ലഭിച്ച മനുഷ്യൻ യേശുവിന്റെ അരികിലേക്ക് വന്ന് പറയുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണം. നമ്മൾ ആദ്യം കേട്ട വചനം എന്താ? തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. ഇവിടെ നമ്മൾ കാണുന്ന വലിയൊരു അത്ഭുതം എന്താണെന്നറിയോ? യേശുവിന് ഒരു വാക്ക് മതിയായിരുന്നു ഈ മനുഷ്യന് സൗഖ്യം കൊടുക്കാൻ. കർത്താവ് ഒരുപാട് വ്യക്തികൾക്ക് ഒരൊറ്റ വാക്കുകൊണ്ട് ബി ഹീൽഡ് എന്ന് പറഞ്ഞ് സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞ് അനേകരെ സൗഖ്യമാക്കുന്നുണ്ട്. നിന്റെ വിശ്വാസം പോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് കർത്താവ് അനേകരോട് പറഞ്ഞ് അവർക്ക് സൗഖ്യം നൽകുന്നത് നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ തന്നെ ഇതിന് താഴെ തന്നെ കർത്താവ് അങ്ങനെ ഒരു വ്യക്തിക്ക് സൗഖ്യം കൊടുക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ മനുഷ്യന് സൗഖ്യം കൊടുക്കുന്ന സമയത്ത് ഏറ്റവും മിസ്റ്റീരിയസ് ആയ, എന്താ വിചിത്രമായ ഒരു കാര്യം, ഈ മനുഷ്യനെ കർത്താവ് തൊടുവാണ്. എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി ആ മകനെ തൊട്ട് കർത്താവ് സൗഖ്യം കൊടുക്കുകയാണ്.
അപ്പം നമ്മൾ പ്രത്യാശയോടെ യേശുവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ സാഹചര്യം എന്തും ആയിക്കോട്ടെ, ഇന്നത്തെ സാഹചര്യം എന്തും ആയിക്കോട്ടെ, എൻ്റെ സാഹചര്യം, നിങ്ങളുടെ സാഹചര്യം, നമ്മളൊക്കെ വിവിധ കാര്യത്തിനകത്തോടെ കയറി ഇറങ്ങി പോവുകയാണ്. ഞാൻ എൻ്റെ ഈ വീട്ടിൽ ഇരുന്ന് ഞാൻ ഈ ടോക്ക് എടുക്കുമ്പോൾ നിങ്ങൾ പല സ്ഥലത്തിരുന്ന് കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ കടന്നു പോകുന്ന വിവിധ സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും as we approach to Jesus with this hope that his hand will come and revive us, touch us, heal us, set us free. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. ആ മനുഷ്യൻ അന്ന് ഒരൊറ്റ വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ, പ്രത്യാശ, യേശുക്രിസ്തുവിലുള്ള പ്രത്യാശ. ആ പ്രത്യാശയാണ് അവന്റെ ജീവിതത്തെ സൗഖ്യത്തിലേക്കും അതിനേക്കാൾ ഉപരി ആ മനുഷ്യന് ഒരിക്കലും ലഭിക്കത്തില്ല എന്ന് കരുതിയ സംഭവം എന്താ? ഒരു സ്പർശനമാണ്, അല്ലെ? ദൈവത്തിന്റെ സ്പർശനം കിട്ടുവാണ്. അതായത് അവിടെ മനസ്സിലാക്കി തരുമോ ദൈവം നമ്മുടെ ആ ഒരു ഇന്ന് കടന്നു പോകുന്ന ആ ഒരു വേദന, നീറിപ്പോകുന്ന വിഷയം, ആ അവസ്ഥ, ഹി നോസ് ഇറ്റ്, ഹി നോസ് യു ആൻഡ് ഹി വാണ്ട്സ് ടു ടച്ച് യു ആൻഡ് ബ്ലെസ് യു. ഇത് നമുക്ക് പ്രാർത്ഥിക്കും. ഇന്ന് ഈ ഒരു വചനം ഞാൻ ഇവിടെ ഇരുന്ന് ലൈവ് ഒക്കെ എടുത്തിട്ട് കുറേ നാളെ, എനിക്കൊന്ന് ഒരു വർഷത്തിലോളം ആയെന്ന് തോന്നുന്നു ഇവിടെ ഇരുന്ന് ഞാനിപ്പോൾ ലൈവ് എടുത്ത് കുറേ നാളുകൾ. ഇന്ന് ശക്തമായൊരു പ്രചോദനം ഈശോ എന്ന് ഉള്ളിൽ തന്നു. കോവിഡിൻ്റെയൊക്കെ സമയത്ത് ഇവിടെ ഇരുന്നുള്ള ലൈവുകൾ ഓർക്കുന്നു. ലക്ഷക്കണക്കിന് മനുഷ്യർ ലൈവിൽ ജോയിൻ ചെയ്ത് പല പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് ആ നാളുകളൊക്കെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് നമുക്ക് വീണ്ടും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹെബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്, എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഇനി ഈ ഒരു കാര്യം തിരിച്ചറിയുക, ജീസസ് ഈസ് അലൈവ്. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വചനമാകുന്ന യേശുക്രിസ്തു നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ നമ്മുടെ നടുവിൽ ഹോളി സ്പിരിറ്റിന്റെ പ്രസൻസ് അതിശക്തമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിശക്തമായിട്ട്. അന്ന് ആ കുഷ്ഠരോഗി അനുഭവിച്ച സൗഖ്യം ഇന്ന് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നോ വൺ ക്യാൻ സ്റ്റോപ്പ് ദ പവർ ഓഫ് ദ ഗോസ്പൽ. കർത്താവ് പറഞ്ഞത് ശിഷ്യന്മാരോട് ഇത്രേ പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. ഇത് യേശു കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്തതിന് ശേഷമാണ് പറയുന്നത്, അതിന് മുമ്പല്ല പറയുന്നത്. അതിന്റെ കാരണം എന്താ? കുരിശിലാണ് നമുക്ക് വേണ്ടത് മുഴുവൻ അവിടുന്ന് പൂർത്തീകരിച്ചത്. ഇനി ജീവന്റെ കൃപയുടെ അഭിഷേകം ഈ പ്രസംഗം പ്രസംഗിക്കുമ്പോൾ, യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെ പ്രസംഗിക്കുമ്പോൾ, യേശുവിനെ അതിന്റെ പൂർണ്ണതയിൽ ഈശോയുടെ സ്നേഹത്തെയും കരുണയും ജനങ്ങളോട് പങ്കുവെക്കുമ്പോൾ, ദാറ്റ് അനോയിറ്റിംഗ് വിൽ റീച്ച് ഔട്ട് ടു ദം. അതിനെ ഹിൻഡർ ചെയ്യാൻ ഡെവിളിന് പറ്റത്തില്ല, പിശാചിന് പറ്റത്തില്ല. അതുകൊണ്ട് ഇത് പ്രസംഗിക്കപ്പെടേണ്ടത്. ഇത് പ്രസംഗിക്കുമ്പോൾ ഇത് മോറൽ ടീച്ചിങ് അല്ല, യേശുവിനെ കൊടുക്കേണ്ടത്. ഈശോനെ കൊടുത്തു കഴിയുമ്പോൾ, ഈശോയുടെ കുരിശുബലിയെ തുറന്നു കാണിക്കുമ്പോൾ, ദാറ്റ് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പോൺ ഹിസ് പീപ്പിൾ. ദൈവം തന്നെ ഡയറക്റ്റ് ആയിട്ട് ഓരോ മനുഷ്യന് സൗഖ്യം കൊടുക്കുക. ദൈവം തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ യേശുവിനോട് പറഞ്ഞ, കർത്താവ്, ഈ കേട്ട വചനം സത്യമാണെങ്കിൽ ടച്ച് മീ ലോർഡ്, ഹീൽ മീ ഓ ലോർഡ്, സെറ്റ് മീ ഫ്രീ ഓ ലോർഡ്. ദൈവത്തിന്റെ വലിയ ഡെലിവറൻസ് ഈ നിമിഷം നമ്മുടെ ജീവിതത്തിന്റെ അരികിലേക്ക് കടന്നു വരുന്ന സമയമാണ്. You may feel like dead end in certain situations, but there is nothing dead end for God. There is no full stop for God. ദൈവം അതിനെല്ലാം കോമയാക്കും. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഫുൾ സ്റ്റോപ്പുമായിട്ട് ഒരു ഇഷ്യൂ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ദൈവം അതിനെ കോമയാക്കി മാറ്റും. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാതിരുന്നൊരു മനുഷ്യനെ കുറിച്ച് അറിയാൻ ആരായിരുന്നത്? ശിമയോൻ. ശിമയോന്റെ വീട്ടില് 2 ദിവസം മുമ്പ് ഈശോ, 2 ദിവസം മുമ്പ് ഈശോ വന്നപ്പോൾ വലിയ ശുശ്രൂഷയൊക്കെ വീട്ടിൽ നടന്നു. ഈശോ വന്നെന്ന് അറിഞ്ഞ് ഒരുപാട് പേര് ഓടിക്കൂടി എല്ലാവരെയും രോഗികളെയൊക്കെ കർത്താവ് സൗഖ്യമാക്കി. വളരെ സാധാരണക്കാരനായ ശിമയോൻ, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു പ്രാർത്ഥന നടക്കുവാണെങ്കിൽ വന്നവർക്കൊക്കെ ആഹാരം കൊടുക്കുകയല്ലേ, ചായയൊക്കെ കൊടുക്കത്തില്ലേ? ഇതൊക്കെ കൊടുത്തു കാണും ശിമയോൻ. 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന സാധാരണ മുക്കുവനായ മനുഷ്യൻ ഇതെല്ലാം കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് കർത്താവ് അനേകരെ അനുഗ്രഹിച്ചു. അനേകർ അനുഗ്രഹിക്കപ്പെട്ടു. ശിമയോൻ തൊട്ടടുത്ത ദിവസം ജോലിക്കായിട്ട് പോവുകയാണ്. ജോലിക്ക് ഇന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരൊറ്റ മീനെ പോലും കിട്ടുന്നില്ല. ചിലപ്പോൾ നമ്മളും ഇങ്ങനെയൊക്കെ ചിന്തിക്കും, ദൈവമേ, ഞാൻ എന്തുവേരെ പ്രാർത്ഥിച്ചു, ഞാൻ എന്തുവേരെ പേർക്ക് ഉപകാരം ചെയ്തു, എന്തുവേരെ പേരോട് ഈശോയെക്കുറിച്ച് പങ്കുവെച്ചു. എൻ്റെ ഒരു കാര്യം വന്ന സമയത്ത് എൻ്റെ ദൈവം എന്നെ ഇടപെടാത്ത. അന്ന് ശിമയോൻ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് നിരാശപ്പെട്ട് വഞ്ചിയിലിരുന്ന് വല കഴുകുക. ഇനിയൊരു ഹോപ്പില്ല, ഡെഡ് എൻഡാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പം വീട്ടിലുള്ളവരോട് എന്നാ പറയും, ഇന്നത്തേക്ക് ചിലപ്പോൾ ആഹാരത്തിന് പോലും ഒന്നും കാണില്ല. വളരെ ബുദ്ധിമുട്ട്. വാടകയ്ക്കൊക്കെ ആണെങ്കിൽ വാടക എങ്ങനെ കൊടുക്കും, പല കാര്യങ്ങളുണ്ട്. അസ്യൂം ചെയ്ത കേട്ടോ.
പക്ഷെ ഈശോ അതിരാവിലെ ശിമയോന്റെ ഡയറക്ഷനിലോട്ട് വരുവാണ്. അവിടെ 2 വള്ളങ്ങൾ കിടപ്പുണ്ടായിരുന്നു. അവിടെ യേശു കയറിയിരിക്കുന്നത് ശിമയോന്റെ വള്ളത്തിലാണ്. മറ്റേ അനുവാദമൊന്നും ചോദിക്കുന്നില്ല, മറ്റേ ആളുടെ വള്ളത്തിലോട്ട് കയറുന്നില്ല, ശിമയോന്റെ വള്ളത്തിലോട്ട് കയറി അങ്ങിരുന്നു. ശിമയോൻ അതിന് ഒന്നും എതിരായിട്ടൊന്നും പറഞ്ഞില്ല. ഇന്ന് യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ സൈലന്റ് ആയിട്ട് നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന പ്രവർത്തനം, ചിലപ്പോൾ നിങ്ങൾ ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിരിക്കും. കർത്താവ് എന്താണോ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അത് ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി സംഭവിക്കുക. ഹല്ലേലൂയ. തടസ്സങ്ങൾക്ക് നടുവിലായിരിക്കും. അവിടെ വിശ്വാസത്തോടെ യേശുവിന്റെ വചനത്തെ നമ്മൾ പങ്കുവെക്കുമ്പോൾ അവിടെ ദൈവം അത്ഭുത വഴി തുറക്കുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാതിരുന്ന ശിമയോന്റെ എന്നാ പറയുന്നത്, ശിമയോനോട് കർത്താവ് പറയുന്നത്, നീ വലതുവശം നോക്കി വലയിറക്കുക. വലയിറക്കി കഴിഞ്ഞപ്പം വല കീറാറാകുവോളം മത്സ്യത്തെ കിട്ടി. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആ ഗുഡ്നസ്, കർത്താവ് എത്രമാത്രം നമ്മളെ അനുഗ്രഹിക്കുന്നവനാണെന്ന ബോധ്യം കണ്ടപ്പോഴാണ് ശിമയോൻ ശരിക്കും മാനസാന്തരപ്പെടുവാണ്. ശിമയോൻ ശരിക്കും യഥാർത്ഥത്തിൽ ശിമയോനെ മാനസാന്തരത്തിലേക്ക് നയിച്ചത് എന്താ? കർത്താവിന്റെ ആ അനുഗ്രഹത്തിന്റെ വലിപ്പം കണ്ടു കഴിഞ്ഞപ്പോൾ ആള് കർത്താവിന്റെ കാല വന്ന് വീഴുവാണ്. Yes, he is a God who blesses us. There is nothing is impossible for him. ഇല്ലാത്തൊരു സംഭവത്തെ സൃഷ്ടിക്കുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വിഷയങ്ങളെയും ജീവനുള്ള നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. He is not a complicated God. ഈശോ ഒരിക്കലും ഒരു കോംപ്ലിക്കേറ്റഡ് ആയ ആളല്ല. പഴയ നിയമത്തില് അന്ന് ജൂതന്മാര് ജനങ്ങൾക്കിടയിൽ വരച്ച് കാണിച്ചൊരു പിക്ചർ വെച്ച് ജനങ്ങൾക്ക് ഒരിക്കലും റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റാത്തൊരു ദൈവമായിട്ട് അവർ വരച്ച് കാണിച്ചു. അതുകൊണ്ടാണ് പുത്രൻ വന്ന് റിയൽ പിക്ചറിനെ, ദൈവം ഒരിക്കലും അങ്ങനെ അല്ലായിരുന്നു, എന്നാൽ റിയൽ പിക്ചറിനെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു. ഹീ ഈസ് എ ലവിങ് ഹെവൻലി ഫാദർ ആൻഡ് ഹീ ഈസ് ഏബിൾ ടു ഹെൽപ്പ് യു ടു ദ അട്ടർമോസ്റ്റ്. ഏതറ്റം വരെ പോകാൻ ദൈവം നിങ്ങളുടെ കൂടെ വന്ന് നിൽക്കുന്ന, അതാ വചനത്തിൽ കാണുന്നത്. ഞാനായിട്ട് പറയുന്നത്, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ യേശു അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. മാധ്യസ്ഥം വഹിക്കാന്ന് വെച്ചാൽ എന്താ? ഈസ് ഫൈറ്റിംഗ് ഫോർ യു. ക്യാൻ യു സീ ദിസ് പിക്ചർ? സ്റ്റോപ്പ് ഫൈറ്റിംഗ് യുവർ സെൽഫ്. സ്റ്റോപ്പ് ഫൈറ്റിംഗ് ദിസ് ബാറ്റിൽ ഓൺ യുവർ സെൽഫ്. ലീവ് ഇറ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ജീസസ്. അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഹീ ഈസ് ഫൈറ്റിംഗ് ദിസ് ബാറ്റിൽ ഫോർ യു. ഇതിനകത്ത് യേശു ഉള്ളത് കണ്ടേ. ചിലപ്പോൾ നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്നവ, സാഹചര്യങ്ങൾ, ഇന്ന് ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ചില സംഭവങ്ങളായിരിക്കും. നിങ്ങളുടെ കഴിവിന് മറികടക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിലും മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്തവന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളുടെ ഈശോയെ, ഇന്ന് ഞങ്ങൾ കേട്ട ഈ വചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ നന്ദി പറയും. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് അറിയുന്നുണ്ട്. ഒരു നിമിഷം സ്ക്രീനിലോട്ടൊന്ന് കരം നീട്ടുകയും നമുക്ക് പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം എൻ്റെ ഈ സഹോദരൻ, ഈ സഹോദരി അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഞങ്ങളുടെ നടുവിൽ ഉള്ള ജീവനുള്ള ദൈവത്തിന്റെ അരികിലേക്ക് ഈ പ്രത്യേക വിഷയത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹോസ്പിറ്റലില്, ജോലി സ്ഥലത്ത് വളരെ സ്ട്രെസ്ഫുൾ ആയ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ കർത്താവ് എടുത്തു കാണിക്കുന്നു. ഒരു ശാരദ എന്ന് പറഞ്ഞ പേര് ഈശോ എടുത്തു കാണിക്കുന്നു. ഒരു ജിബീനെ കർത്താവ് എടുത്തു കാണിക്കുന്നു. ഒരു രേണുവിനെ കർത്താവ് എടുത്തു കാണിക്കുന്നു. ഒരു രേഷ്മനെ രേഷ്മനെ എടുത്തു കാണിക്കുന്നു. ഈശോയുടെ സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥനായി, പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി നിലകൊള്ളുന്നവൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. യേശുവെ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളെ ഇന്ന് സ്പർശിക്കുന്നതിനെ നന്ദി പറയുന്നു. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സമാധാനവും സ്വസ്ഥതയും നൽകി അവിടുന്ന് ഞങ്ങളെ വഴി നടത്തുന്നതിനെ നന്ദി പറയും. നിങ്ങൾക്കൊരു വലിയ അധികാരമുണ്ട്. ഈശോയുടെ മകനും മകളും, യേശുവിന്റെ മകനും മകളും എന്ന നിലയിൽ നിങ്ങൾക്ക് ദൈവം ഒരു അധികാരം തന്നിട്ടുണ്ട്. ആ അധികാരത്തെ receiving it by faith. Hallelujah. Thank you Jesus. Thank you Holy Spirit. Thank you Holy Spirit. Who can access this blessing? ആർക്കാണ് ഈ ബ്ലെസ്സിങ്സ് റിസീവ് ചെയ്യാൻ പറ്റുന്നത്? ഈശോയുടെ പരിഹാര ബലിയിലൂടെ നമ്മൾ ദൈവം നീതീകരിച്ചിരിക്കുന്നുവെന്ന്, നമ്മൾ ദൈവത്തിന്റെ റൈച്ചസ്നെസ് ആയി എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി. ഇതും വചനമാണ്. 2 Corinthians 5:21. നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. സോ ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുന്ന ഒരു വ്യക്തി യേശുവിന്റെ
കുരിശിലെ പരിഹാര ബലിയെ തിരിച്ചറിഞ്ഞ് എനിക്ക് വേണ്ടിയാണ് യേശു ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചിരിക്കുന്നത്. അതിലൂടെ ഞാൻ ദൈവത്തിന്റെ നീതിയാകുന്നു. 2 കൊരിന്ത്യർ 5:20 നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. 2 കൊരിന്ത്യർ 5:21 കേട്ടോ, 21. എന്തെന്നാൽ അവനിൽ, യേശുവിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. സോ ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് മിസ്റ്ററി. ദിസ് ഈസ് ദ ഗോൾഡൻ സ്ക്രിപ്ചർ ഇൻ ദ ബൈബിൾ ആണ്. നമ്മളോട് ദൈവം നീതിമാന്മാരാകാനല്ല പറയുന്നത്, വിശ്വസിക്കാനാണ്. എന്ത് വിശ്വസിക്കാനാ? നമ്മൾ ദൈവത്തിന്റെ നീതിയാകുന്നതിന് വേണ്ടി പാപമറിയാത്തവനായ യേശു നിങ്ങൾക്കും എനിക്കും വേണ്ടി പാപമായി തീർന്നു. അപ്പം പിശാചിന് നിങ്ങളുടെ മേലുള്ള, ഡെവിളിനും അവന്റെ ആർമിക്കുള്ള ക്ലെയിമുകൾ മുഴുവനും ബ്രേക്ക് ആകുന്നത് ഒരൊറ്റ വിശ്വാസത്തിലാണ്. അതായത് ഇപ്പം നിങ്ങളൊരു തെറ്റ് ചെയ്തു, നിങ്ങളൊരു കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വേറൊരാളെ കുറ്റം ഏറ്റെടുത്തു, ആ ശിക്ഷ ഏറ്റെടുത്തു, എന്നിട്ട് നിങ്ങളെ ഫ്രീ ആക്കുന്നു, അല്ലെങ്കിൽ എന്നെ ഫ്രീ ആക്കുന്നു. ഇതേ കാര്യമാണ് യേശു ക്രൂശി നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ചെയ്തത്. അതാണ് ഈ വചനത്തിൽ പറയുന്നത്. നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ആ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് പിശാച് പരാജയപ്പെട്ടവൻ. പിശാചിന് നിങ്ങളുടെ മേലെ ക്ലെയിം ഇടാൻ പറ്റത്തില്ല. യു ആർ ഡിഫീറ്റഡ് ഹിം ത്രൂ ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ്. കർത്താവിലൂടെയാണ്. വേറെ ഒരു രീതിയിൽ ഒരു മനുഷ്യനും ബാക്കി സ്വയമേ ഫൈറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവൻ ഏതെങ്കിലും ക്ലെയിം പൊക്കിക്കൊണ്ടുവരും. ആ കൽപ്പന ലംഘിച്ചു, ഈ കൽപ്പന ലംഘിച്ചു, അവൻ ഈ സമയത്ത് ഇന്ന തെറ്റ് ചെയ്തു, തോട്ടിൽ തെറ്റ് ചെയ്തു. അത് മനുഷ്യനെതിരെ ക്ലെയിം ഇടാൻ പറ്റും. പക്ഷേ ആർക്കെതിരെ ക്ലെയിം ഇടാൻ പറ്റാത്തത്? യേശുക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ നീതിമാന്മാരായി ദൈവം നീതീകരിച്ചതിന്. അതുകൊണ്ട് പൗലോസിലെ പറയുന്ന റോമ 8:30, ദൈവം നീതീകരിച്ചതിനെ ആര് കുറ്റം ചുമത്തും? ഹൂ ക്യാൻ കണ്ടം? ദൈവമാണ് നീതീകരിച്ചത്. പറഞ്ഞേ, എന്നെ ദൈവം നീതീകരിച്ചു. എല്ലാ അനുഗ്രഹങ്ങൾക്ക് ദൈവം എന്നെ ക്വാളിഫൈഡ് ആക്കി. ഹല്ലേലൂയ. റോമാലേഖനം 8:30 താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചവരെ നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? അപ്പൊ ഈ ലേഖനമൊക്കെ എഴുതാനുള്ള ഒരു കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ, അന്ന് ജൂതന്മാർക്കിടെ വലിയ സംസാര വിഷയം. അവര് റോങ് ആണെന്നും പാപികളാണെന്നും പറഞ്ഞ് മുദ്ര കുത്തിയ ആൾക്കാരെല്ലാം യേശുക്രിസ്തുവിന്റെ പരിഹാര ബലിയിൽ വിശ്വസിച്ചതിന് ശേഷം അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. അവർ ആത്മാവിന്റെ അഭിഷേകത്തിൽ അവരുടെ മുഖത്തോട് നോക്കുമ്പോൾ തന്നെ വലിയ പ്രകാശം. അവർ വിശുദ്ധിയിൽ നിറവിൽ ജീവിക്കുകയാണ്. അപ്പൊ ഇവർ ഇത്രയും നാളെ ലോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത്, അത് പഠിപ്പിച്ചവർ തന്നെ പാപത്തിൽ വീഴുമ്പോൾ ഇതാ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവർ വിശുദ്ധിയിൽ ജീവിക്കുന്നു. ഇതെങ്ങനെ ഇത് സംഭവിക്കുന്നത്? അപ്പൊ പൗലോസിനെ പഠിപ്പിക്കുകയാണ്, അവരോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ നീതിക്കൊന്ന് കീഴ്വഴങ്ങിയാൽ മതി. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ ദൈവത്തിന്റെ നീതിക്കൊന്ന് കീഴ്വഴങ്ങണം. അതുകൊണ്ട് റോമാലേഖനം 10 അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന, സഹോദരരെ, എന്റെ ഹൃദയപൂർവകമായ ആഗ്രഹവും ഇസ്രായേലിന് വേണ്ടി ദൈവത്തോടുള്ള എന്റെ പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണം എന്നതാണ്. എങ്ങനെ രക്ഷിക്കപ്പെടുന്നത്? യേശുക്രിസ്തുവിന്റെ പരിഹാര ബലിയിലൂടെയാണ് ഞാൻ രക്ഷ പ്രാപിക്കുന്നത്, എന്റെ ആത്മാവിന് രക്ഷ ലഭിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുവിന്റെ പരിഹാര ബലിയുടെ യോഗ്യതയിലൂടെ രക്ഷ പ്രാപിക്കുകയാണ്. അവർക്ക് ദൈവത്തെക്കുറിച്ച്, ഇസ്രായേലിനെ കുറിച്ച് പറയുക, ജൂതന്മാരെ കുറിച്ച് പറയുക, അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ തീഷ്ണത ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലെന്നേയുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കുവാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. ഇത് ജൂതന്മാർക്ക് വേണ്ടി മാത്രമല്ല, കത്തോലിക്കനായാലും ഓർത്തഡോക്സ് ആയാലും യാക്കോബയായാലും പെന്തക്കോസ്ത് ആയാലും പ്രൊട്ടസ്റ്റന്റ് ആയാലും നമ്മൾ സ്വയമേ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് സ്ക്രിപ്ചർ അപ്ലൈ ഫോർ യു. ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. 4 വാക്യം, വിശ്വസിക്കുന്ന ഏതൊരുവരും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. അപ്പൊ വിശ്വസിക്കുന്ന ഏത് വ്യക്തി നീതീകരിക്കപ്പെടും. നീതീകരിക്കപ്പെട്ടവരെയാണ് ദൈവം മഹത്വപ്പെടുത്തുന്നത്. നമ്മൾ തൊട്ടു മുമ്പ് കേട്ടില്ല, റോമ 8:30, നീതീകരിച്ചവരെ അവൻ മഹത്വപ്പെടുത്തി. എങ്ങനെ? ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിലൂടെ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തി കിട്ടുമ്പോഴാണ് നമുക്ക് ക്രിസ്തുവിൽ, വിശുദ്ധിയിൽ, ആത്മാവിന്റെ അഭിഷേകത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് പിന്നീടുള്ള ലേഖനങ്ങൾ എന്നതാണ് നമുക്ക് പിടികിട്ടത്തുള്ളൂ. ഗലാത്യ ലേഖനമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ അതിന്റെ പർപ്പസ് നമുക്ക് മനസ്സിലാവും. ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ,
ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. അല്ലാതെ നമ്മളിത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, എല്ലാ ഡെലിവറൻസിന്റെയും സീക്രട്ട് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. യു ക്യാൻ എക്സ്പ്ലോർ ഹിം, യു ക്യാൻ ഡിസ്കവർ ദിസ്. നിങ്ങൾ ഏത് ഡിനോമിനേഷനിൽപ്പെട്ട വ്യക്തിയാണ്, യു ക്യാൻ കം ടു ദ പ്രസൻസ് ഓഫ് ദ ഹെവൻലി ഫാദർ ത്രൂ ദിസ് റെവലേഷൻ. നിങ്ങൾക്കൊരു യുക്കറിസ്റ്റ് ഒരു ചാപ്പലിൽ പോയിരുന്നു, ഒരു ഹോളിൽ പോയിരുന്നു, ഒരു പള്ളിയിൽ പോയിരുന്നു, വീട്ടിലിരുന്ന് എഫർട്ട് നോ മാറ്റർ വേർ യു ആർ. എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ പറയും ഇങ്ങനെ കാണുന്നത്, യേശുവിന്റെ രക്തത്തിലൂടെ നമുക്കിന്ന് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ മനോധൈര്യമുണ്ട്. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ആൻഡ് സീ യുവർ സെൽഫ് കവേർഡ് അണ്ടർ ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ് ആൻഡ് വി ആർ വാക്കിംഗ് ടു ദ സ്റ്റാൻഡ് ബിഫോർ ദ ഹെവൻലി ഫാദർ. സ്വർഗീയ പിതാവിന്റെ ആ സമക്ഷത്ത് നമ്മൾ വന്ന് നിൽക്കുകയാണ്. അവിടെ നിൽക്കുവാൻ നമുക്ക് യോഗ്യത ഈശോയുടെ കുരിശുമരണം ഒന്നതുകൊണ്ട് മാത്രമാണ്, നമ്മുടെ ആരുടെ ഒരു യോഗ്യത കൊണ്ടുമല്ല. എഫേസോസ് ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്ന വിശ്വാസം മൂലം കൃപയാൽ നമ്മൾ രക്ഷ പ്രാപിച്ചു, അത് നമ്മൾ നേടിയെടുത്തതല്ല. പിതാവിന്റെ സവിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്ന് യേശുവിലൂടെ അവിടുത്തെ സവിധത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ അവിടെ നിന്ന് അറിയുന്നില്ല. അതിനകത്ത് ഉത്തരം, പിതാവിൽ നിന്നുള്ള ഉത്തരം പുത്രനിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്നേ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അത് വെളിപ്പെടട്ടെ. അതിനെ ഞങ്ങൾ സ്വർഗത്തിൽ നിന്ന് ആ മിറക്കിളിനെ, ആ അത്ഭുതത്തെ, ആ ഡെലിവറൻസിനെ, ആ ഓപ്പൺ ഡോറിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. അത് ഞങ്ങളിലേക്ക് വന്നു കഴിഞ്ഞതിനാൽ ഞങ്ങൾ നന്ദി പറയും. റോമാലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം, കൃപയുടെയും നീതിയുടെയും